1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി പദ്ധതികളെ എതിർക്കുന്നവരുണ്ടാവും. ആ എതിർക്കുന്നവരുടെ കൂടെ നിൽക്കാനല്ല ഗവൺമെൻറ്. ഒരു പദ്ധതി നടപ്പാക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത LDF സർക്കാരിന് നിറവേറ്റാനായി. എതിർപ്പുകാരപ്പോഴും ഉണ്ടായി. അവരോട് കാര്യങ്ങൾ വ്യക്തമാക്കി. ചിലർ എതിർപ്പ് ഉപേക്ഷിച്ചു, സഹകരിച്ചു. എതിർപ്പോടുകൂടി നിന്നവർ പദ്ധതിയെ മുടക്കാൻ കഴിവില്ലാത്തവരുമായി. കാരണം അതിൻ്റെ മുന്നിൽ വഴങ്ങില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. അങ്ങനെയാണ് ഇതൊക്കെ യാഥാർത്ഥ്യമായത്. ഇവിടെ ഇത്തരം പദ്ധതികൾ മാത്രമല്ല, എത്രയോ പദ്ധതികൾ നമ്മുടേതായി നാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗം തീരദേശ ഹൈവേ, വേറൊരു ഭാഗം മലയോര ഹൈവേ. രണ്ടിനും കൂടി 10,000 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവിടുന്നത്. ആ 2 പദ്ധതികളും നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കോവളത്ത് നിന്ന് ബേക്കലിലേക്ക് എത്തുന്ന ജലപാത വൻപിച്ച മാറ്റം കേരളത്തിലെ ടൂറിസം രംഗത്തുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം 600 കിലോമീറ്ററോളം, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അത്രത്തോളം ഉണ്ടാവില്ല, ചേറ്റുവ വരെയായിരിക്കും. എങ്കിലും അത്തരമൊരു ബോട്ട് യാത്ര നടത്താൻ ടൂറിസ്റ്റുകൾക്ക് അവസരമുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ടൂറിസ്റ്റുകൾക്കാകെ ഒരു ഹരമായി മാറും. ഇവിടെ LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും ആ സർക്കാരിനെ ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചതുകൊണ്ടുമാണ് ഈ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ഈ പാലത്തിൻ്റെയും അവസ്ഥ എന്ന് നമ്മൾ കാണണം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ റോഡുകൾ, പാലങ്ങൾ, ഓവർബ്രിഡ്ജുകൾ, ഫ്ലൈ ഓവറുകൾ എല്ലാം വൻതോതിലല്ലേ വന്നത്. കേരളത്തിലെ പാലങ്ങൾ 150-ലധികമായി എന്താണ് ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന കണക്ക്. 100 പാലാണ് നേരത്തെ കണക്കാക്കിയതെങ്കിൽ വളരെ നേരത്തെ തന്നെ 3 വർഷമാകുമ്പോൾ തന്നെ ആ 100 പാലങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. ഇതൊക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.